യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സാണ് നിമിഷപ്രിയ. യമൻ സ്വദേശിയായ തലാൽ മെഹദിയെ അതിക്രൂരമായി കൊന്ന കുറ്റത്തിനാണ് യമൻ കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ശിക്ഷയിൽ നിന്ന് നിമിഷപ്രിയയെ മോചിപ്പിക്കുവാൻ ഇന്ത്യൻ ഭരണകൂടം ഇടപെടണമെന്ന ആവശ്യം പ്രതിപക്ഷവും ചില സംഘടനകളും നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യ ഗവൺമെന്റ് അതിനായി പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ജൂലൈ 16 നടക്കേണ്ടിയിരുന്ന വധശിക്ഷ നീട്ടിവെച്ചിരിക്കുന്നു എന്നൊരാശ്വാസ വാർത്തയാണ് പുറത്തുവരുന്നത്. എന്താണ് നിമിഷപ്രിയയുടെ മേൽ ചുമത്തപ്പെട്ട കുറ്റം? ഏത് സാഹചര്യത്തിലാണ് അവർ കുറ്റക്കാരിയായത്? ഈ വിഷയത്തിൽ നയതന്ത്രപരമായ ഇടപെടലുകളുടെ പ്രസക്തി എത്രമാത്രമുണ്ട് എന്നതും അറിയേണ്ടതാണ്. നിമിഷപ്രിയ പാലക്കാട് സ്വദേശം. യഥാർത്ഥ പേര് നിമിഷപ്രിയ ടോം തോമസ് എന്നാണ്. 2008 മുതലാണ് നിമിഷപ്രിയ യമനിൽ ജോലി ചെയ്തു വന്നിരുന്നത്. 2011 അവർ തിരികെ നാട്ടിലേക്ക് വരികയും ടോം തോമസിനെ വിവാഹം കഴിക്കുകയും ചെയ്തു. വിവാഹശേഷം ഇരുവരും യമനിലേക്ക് മടങ്ങി. ഒരു കുഴപ്പവുമില്ലാതെ 2 വർഷത്തെ ദാമ്പത്യം മുന്നോട്ടു പോയി. ഒരു പെൺകുഞ്ഞു കൂടി പിറന്നതോടെ ഇരുവരുടെയും ജീവിതം നല്ല രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. 2014 യമനിൽ ആഭ്യന്തര യുദ്ധം രൂക്ഷമായി. ഇതേ തുടർന്ന് ഭർത്താവ് ടോം തോമസ് മക്കളെയും കൂട്ടി തിരികെ കേരളത്തിലേക്ക് പോന്നു. എന്നാൽ നിമിഷ യമനിൽ തന്നെ തുടരുകയായിരുന്നു. 2015 നിമിഷ യമനിലെ നഴ്സ് ജോലി ഉപേക്ഷിച്ച് തലാൽ അബ്ദോ മെഹദി എന്ന യമൻ പൗരനായ പ്രാദേശിക വ്യവസായിയെ വിവാഹം കഴിക്കുകയും ആ വ്യക്തിയുമായി ചേർന്ന് സ്വന്തമായി ഒരു ക്ലിനിക്ക് ആരംഭിക്കുകയും ചെയ്തു. 2017 നിമിഷപ്രിയ തലാലിനെ മയക്കുമരുന്ന് നൽകി കൊലപ്പെടുത്തുകയും തുടർന്ന് മറ്റൊരു നഴ്സിന്റെ സഹായത്തോടെ മൃതദേഹം കഷ്ണങ്ങളാക്കി പ്ലാസ്റ്റിക് ബാഗുകളിലാക്കി ഭൂഗർഭ ടാങ്കിനുള്ളിൽ ഉപേക്ഷിക്കുകയും ചെയ്തു എന്നാണ് യമൻ കോടതി രേഖകൾ വ്യക്തമാക്കുന്നത്. തലാൽ മെഹദിയുടെ കൊലപാതകം പുറത്തറിഞ്ഞതിനെ തുടർന്ന് നിമിഷപ്രിയ അറസ്റ്റിലായി. വിചാരണ ഘട്ടത്തിൽ ഒരു തവണ നിമിഷപ്രിയ കൊലപാതക കുറ്റം സമ്മതിക്കുകയും ചെയ്യുകയുണ്ടായി. തുടർന്ന് നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യുന്നു. ഈ വിധിക്കെതിരെ നിമിഷ യമനിലെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുകയുണ്ടായി. എന്നാൽ ഈ അപ്പീൽ മേൽക്കോടതി തള്ളുകയും വധശിക്ഷ ശരിവെക്കുകയും ചെയ്തു. അതിനുശേഷം യമൻ പ്രസിഡന്റിന് നിമിഷപ്രിയ ദയാഹർജി നൽകിയെങ്കിലും പ്രസിഡന്റും മാപ്പ് നൽകുവാൻ തയ്യാറായില്ല. കൊല്ലപ്പെട്ട തലാൽ മെഹദിയുടെ കുടുംബാംഗങ്ങൾ ബ്ലഡ് മണി സ്വീകരിക്കുവാനും ഇതേവരെ തയ്യാറായിട്ടുമില്ല. എല്ലാ വഴികളും നിമിഷയ്ക്ക് മുന്നിൽ അടഞ്ഞു. നിമിഷപ്രിയയെ രക്ഷിക്കുവാൻ സാധ്യമായ എല്ലാ നിയമപരമായ ശ്രമങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും അവരുടെ കുറ്റകൃത്യം അത്ര ഗുരുതരമായതുകൊണ്ട് എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടിരുന്നു. തലാൽ മെഹദിയിൽ നിന്ന് തനിക്ക് മാനസികമായും ശാരീരികമായും പീഡനങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നാണ് ഈ കേസിൽ നിമിഷപ്രിയയുടെ വാദം. നിരന്തരം ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നും നിമിഷ പറയുന്നു. മാത്രമല്ല തന്റെ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ തലാൽ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും നിമിഷ ആരോപിക്കുന്നു. നിരന്തര പീഡനം സഹിക്കവയ്യാതെ ചെയ്ത കൊലപാതകമാണ് ഇത്. നിമിഷപ്രിയയുടെ അഭിഭാഷകൻ യമൻ കോടതിയിൽ ഇങ്ങനെയാണ് വാദിച്ചത്. എന്നാൽ ഈ വാദങ്ങളെ സാധൂകരിക്കുന്ന തരത്തിൽ വ്യക്തമായ തെളിവുകൾ നൽകുവാൻ അവർക്ക് സാധിച്ചില്ല. അതിനാൽ യമൻ കോടതി അവരുടെ വാദത്തെ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. യമനിലെ നിയമവ്യവസ്ഥ, പ്രത്യേകിച്ച് ശരീഅത്ത് നിയമം, ഇത്തരം കേസുകളിൽ വളരെ കർശനമാണ്. ശരീഅത്ത് നിയമപ്രകാരം കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് പ്രതിക്ക് മാപ്പ് നൽകുവാനും പകരം ബ്ലഡ് മണി സ്വീകരിക്കുവാനും അവകാശമുണ്ട്. എന്നാൽ മെഹദിയുടെ കുടുംബം അതിന് തയ്യാറാകാത്ത സാഹചര്യത്തിൽ നിമിഷപ്രിയയുടെ മുന്നിൽ മറ്റു വഴികൾ ഒന്നും തന്നെയില്ല. മാത്രമല്ല, നിമിഷപ്രിയയുടെ കേസിന്റെ വിചാരണ നടപടികൾ നടന്നത് ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലുള്ള സനയിലാണ്. ഇന്ത്യക്ക് ഹൂതികളുമായി നയതന്ത്ര ബന്ധങ്ങൾ യാതൊന്നും തന്നെ ഇല്ലാത്തതും പ്രശ്നങ്ങൾ ഏറെ സങ്കീർണമാക്കിയിട്ടുണ്ട്. എങ്കിലും നിമിഷയെ രക്ഷിക്കുവാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് തുടരുകയാണ്. ബ്ലഡ് മണി നൽകി നിമിഷയെ രക്ഷിക്കുവാൻ ഒരു ആക്ഷൻ കൗൺസിലും രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ വധശിക്ഷയിൽ ഒരു ഇളവ് നൽകിയത് കുടുംബത്തിന് വളരെ ആശ്വാസകരമായിട്ടുണ്ട്. ഈ ജൂലൈ 16 വധശിക്ഷ നടപ്പിലാക്കും എന്നാണ് ആദ്യം യമൻ ഭരണകൂടം അറിയിച്ചിരുന്നത്.
കാന്തപുരം അബൂബക്കർ മൗലവിയുടെ ഇടപെടലുകളാൽ നിമിഷപ്രിയയെ കുറ്റവിമുക്തിയാക്കുവാനുള്ള ശ്രമങ്ങൾക്ക് ഒരു നല്ല പരിസമാപ്തി നൽകുവാൻ കഴിയുമെന്നാണ് നിമിഷപ്രിയയുടെ കുടുംബം പ്രതീക്ഷിക്കുന്നത്. മകൾ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതിൽ ആശ്വാസമെന്ന് അമ്മ പ്രേമകുമാരി പറഞ്ഞു. ദൈവം തന്നെ കൈവിടില്ലെന്ന് ഉറച്ച വിശ്വാസമുണ്ടെന്നും നിമിഷപ്രിയയുടെ കൈപിടിച്ച് നാട്ടിലേക്ക് വരുമെന്നും പ്രേമകുമാരി മാധ്യമങ്ങളോട് പറഞ്ഞു. യമൻ തലസ്ഥാനമായ ഏഡനിലാണ് നിമിഷപ്രിയയുടെ അമ്മയുള്ളത്. സനയിലെ ജയിലിൽ നിമിഷപ്രിയയുമുണ്ട്.